ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ കഴിക്കുക? നമ്മൾ കുറച്ച് കഞ്ഞിയും അച്ചാറും ചമ്മന്തിയും ഒക്കെ വെച്ചിട്ട് അങ്ങ് ആഘോഷമാക്കൂലേ? പക്ഷെ തമിഴ്നാട്ടിലുണ്ടല്ലോ, ഇങ്ങനെ ജലദോഷമോ അല്ലെങ്കിൽ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർ കഴിക്കുന്നത് കഞ്ഞിയല്ല, പകരം രസം സാദമാണ് കേട്ടോ. അത് ചെറിയ കുട്ടികൾ തുടങ്ങി മുതിർന്ന ആളുകൾ വരെ ഈ രസം സാദം ഉണ്ടാക്കിയിട്ടാണ് ഇവർ കഴിക്കുന്നത്. ഈ രസം സാദം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, രസവും ചോറും കൂടി ഒന്നിച്ച് വെക്കുന്നതിനെയാണ് രസം സാദം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് രസം സാദത്തിന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഈ ഒരു രസം സാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം എടുത്ത് വെക്കുക. ഇതിൽ തക്കാളി മാത്രം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു ഇടികല്ലെടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും ജീരകവും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരി എടുക്കണം. അരി എന്ന് പറയുമ്പോൾ പൊന്നിയരിയാണ് ഈ ഒരു രസം സാദം വെക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള അരിയും വളരെ കുറച്ച് പരിപ്പും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇവിടെ തമിഴ്നാട്ടിലുണ്ടല്ലോ, ഇവർ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾ ഓയിലുകളാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. വെളിച്ചെണ്ണ ഇവർ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഓയിലുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിക്കുക, അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും കുറച്ച് ജീരകം ചേർക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി, ചെറിയ ഉള്ളി അതേപോലെ തന്നെ ചേർക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് രസം പൊടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പും പാകത്തിനിട്ട് കുക്കർ അടയ്ക്കുക. ഒരു 2-3 വിസൽ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ രസം സാദം റെഡി ആവും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ രസം സാദം റെഡി ആയിട്ടോ. ഇതിങ്ങനെ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ ഈ ഒരു സാദം എടുക്കുന്നത്. ഒത്തിരി കട്ടിയിലല്ല ഇത് ചെയ്യുന്നത്, ഭയങ്കര ലൂസായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടമാണ് കേട്ടോ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. സംഭവം ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം പനി വരുമ്പോൾ കഞ്ഞിക്ക് പകരം രസം സാദം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതുപോലുള്ള തമിഴ്നാട് റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.